Meet the editors. ശുദ്ധീകരണമോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ 1.5 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിനാണ് മുൻനിര യുവ സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷറഫ് ഹംസയും ഇന്നലെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തത്, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. ഇപ്പോൾ 9 പേർ കൂടി 5 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിനാണ് റാപ്പറായ ഹിരൺദാസ് മുരളി എന്ന വേടനെ ഇപ്പോൾ എക്സൈസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയുടെ തുടക്കമാണ്. നോക്കൂ, ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയുടെ തുടക്കം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലഹരിക്കെതിരായിട്ടുള്ള ഏതു വേട്ടയും ഒരു ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണല്ലോ. പക്ഷേ ഈസ് ഇറ്റ് ഇൻ ദി റൈറ്റ് ഡയറക്ഷൻ എന്നുള്ളതാണ് ചോദ്യം. എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നതും അതാണ്. ഈ ശുദ്ധീകരണ പ്രക്രിയ ശരിയായ ദിശയിലാണോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആശങ്കകളുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഒരു കണക്ക് സർക്കാർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഏതാണ്ട് 10,000-ഓളം ലഹരി കേസുകളാണ് ഈ സംസ്ഥാനത്ത് ഒരു മാസത്തിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതൊരു ചെറിയ ഡ്രൈവ് അല്ല എന്ന് മാത്രവുമല്ല, 3,000-ഓളം അറസ്റ്റുകളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നോക്കൂ, കേരളത്തിൽ ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ കൊലപാതകങ്ങളുണ്ട്, വയലൻസ് ഉണ്ട്. അപ്പോൾ അതൊരു സാഹചര്യം സംസ്ഥാനം അഭിമുഖീകരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിന് അതിനെതിരായിട്ട് ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അത് കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളുണ്ടല്ലോ, ഇപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പം 3 പ്രധാനപ്പെട്ട സംവിധായകരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്, അല്ലേ? ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, അതുപോലെ തന്നെ ഛായാഗ്രഹനായിട്ടുള്ള സമീർ താഹിർ. ഈ 3 പേരും അസാമാന്യ പ്രതിഭകളാണ് കേട്ടോ. അവരുടെ സിനിമകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കേരളം ഇഷ്ടപ്പെട്ടുള്ള സിനിമകളാണ്. ഇപ്പോൾ ഭീമൻ്റെ വഴിയാണെങ്കിലും, ഉണ്ട എന്ന സിനിമയാണെങ്കിലും, തല്ലുമാലയാണെങ്കിലും, അതുപോലെ തമാശയാണെങ്കിലും, ഇപ്പോൾ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന ക്ലബ്ബാണെങ്കിലും, ആ സിനിമകളൊക്കെ എടുത്തിട്ടുള്ള വളരെ പ്രതിഭാധനരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്, സംവിധായകരാണ് ഈ 3 പേരും എന്ന് പറയുന്നത്. ആ 3 പേരും കൂടി ഉപയോഗിച്ച കഞ്ചാവിൻ്റെ അളവെത്ര, അവിടുന്ന് പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ അളവെത്രയാണ്? 1.6 ഗ്രാം. 2 ഗ്രാം തികയില്ല. ഞാനത് ഒരു ചെറിയ കാര്യമായിട്ട് കാണുന്നില്ല, അതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ വേടൻ്റെ കാര്യം പറഞ്ഞു. ഈ വേടനും 9 പേരും കൂടി 5 ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണല്ലോ എന്താ സംഭവിക്കുക? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ സ്റ്റേഷൻ ജാമ്യത്തിൽ അങ്ങ് വിടും. ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ അങ്ങ് വിടുന്ന ചെറിയ കേസുകളാണ് ഇതൊക്കെ. പക്ഷേ ഇത് വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? സെലിബ്രിറ്റീസ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ വാർത്താ ചാനലുകളും ഇന്ന് 24 മണിക്കൂറും ഇത് തന്നെയാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളതിന് നിർബന്ധിതരാകുകയാണ്. കാരണം അതിൻ്റെ ആ വാർത്തയുടെ കൺസംഷൻ അത്ര കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളെ കേന്ദ്രീകരിച്ച് ഈ ചെറിയ റെയ്ഡുകൾ നടത്തി ഈ ചെറിയ കേസുകൾ പിടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന വളരെ പ്രതിഭാധനരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ സിനിമാ സംവിധായകരെന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സൈസുകാർ പറഞ്ഞത് കഴിഞ്ഞ ഏതാണ്ട് 6 മാസമായിട്ട് അവർ ഈ സമീർ താഹിറിൻ്റെ വീട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഫ്ലാറ്റ് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ കൃത്യമായ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ റെയ്ഡ് നടക്കുന്നത്. എന്നിട്ട് പിടിച്ചെടുത്തത് 1.6 ഗ്രാം കഞ്ചാവാണ്. ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കഞ്ചാവിനെ ലോകത്ത് പല പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളും, വികസിത രാഷ്ട്രങ്ങൾ തന്നെ ഒരു ലഹരിയായി, വലിയൊരു ലഹരിയായി കാണുന്നില്ല. ഇപ്പോൾ ഒരു വലിയ ഒരു ഡ്രഗായിട്ടല്ല കഞ്ചാവിനെ കാണുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. അമേരിക്കയിലെ എത്ര പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ ഇൻക്ലൂഡിങ് വാഷിംഗ്ടൺ DC ഇത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, എന്താ 7 ഗ്രാം നിങ്ങൾക്ക് കൈവയ്ക്കാം, 7 ഗ്രാം നിങ്ങൾക്ക് കൈവയ്ക്കാം, 4 ചെടികൾ വളർത്താം. അമേരിക്കയിലെ നിയമമാണ്. ഇത് തന്നെ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്, കാനഡയിലുണ്ട്, ഉറുഗ്വേയിലുണ്ട്. ഉറുഗ്വേയിലൊക്കെ 40 ഗ്രാം വരെ കയ്യിൽ വയ്ക്കാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ, ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള ലഹരിയായിട്ടാണ് ലോകം അതിനെ വീക്ഷിക്കുന്നത്. പല തരത്തിലുള്ള മാറ്റങ്ങൾ കഞ്ചാവിൻ്റെ കാര്യത്തിൽ ലോകത്തിന് പല സമീപനങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ കഞ്ചാവ് വേട്ട എന്ന് പറയുന്നത് കേരളത്തിലൊക്കെ എത്ര കാലമായിട്ട് കഞ്ചാവുണ്ട്. കഞ്ചാവ് എന്ന് മാത്രമല്ല, കഞ്ചാവ് കൃഷി എത്ര വനപ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്, എത്ര ഹിൽ സ്റ്റേഷനുകളിൽ നടക്കുന്നുണ്ട്. ഒരു പ്രദേശത്ത് പോയാൽ ഒരു 10-20 കടകൾ എടുത്താൽ ഏതെങ്കിലും ഒരു കടയിൽ കഞ്ചാവ് വിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട വയലൻസുകളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ കഞ്ചാവിനെ ഒരു ന്യായീകരിക്കുകയാണെന്ന് വിചാരിക്കേണ്ട. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഞ്ചാവ് വേട്ടയാണ്. കഞ്ചാവ് വേട്ടയാണോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം? ഈ സംസ്ഥാനത്തെ ഷൈൻ ടോം ചാക്കോയുടെ കേസ് വളരെ സീരിയസാണ്. കാരണം വിൻസി എന്താ പറഞ്ഞത്? ഒരു വൈറ്റ് പൗഡർ തുപ്പുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. രാസലഹരിയാണ് ഈ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ആ രാസലഹരി വേട്ടയാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. ആ രീതിയിലേക്കുള്ള അന്വേഷണങ്ങൾ പോകുന്നുണ്ടോ, അതോ ഈ പറയുന്ന വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പിടിക്കാവുന്ന ആളുകളാണ് ഇവരെയൊക്കെ കുറിച്ച് നേരത്തെ തന്നെ പൊതുസമൂഹത്തിൽ ഇവരൊക്കെ ഈ തരത്തിലുള്ള കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള പ്രചാരണങ്ങളുണ്ട്. അപ്പോൾ അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെ പോയിട്ട് റെയ്ഡ് നടത്താം. ഈ പറയുന്ന 1.5 ഗ്രാമും 4 ഗ്രാമും 5 ഗ്രാമും ഒക്കെ കഞ്ചാവ് പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ വലിയൊരു റാക്കറ്റ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ സിനിമാ മേഖലയിൽ മാത്രമല്ലല്ലോ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാം.
അറിയാമോ, ഈ എപ്പോഴും ഈ ഒരു ആഗോള പ്രതിഭാസമാണ് ഈ സിനിമാ രംഗമായാലും മ്യൂസിക്കിൻ്റെ രംഗമായാലും ഒക്കെ ഈ ലഹരിയുടെ വ്യാപനം എന്ന് പറയുന്നത് ഒരു ആഗോള പ്രതിഭാസമാണ്. അത് കേരളത്തിൽ മാത്രം നിൽക്കുന്നൊരു കാര്യമല്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരിക്കൽ ലണ്ടനിൽ പോകുമ്പോൾ 2009 അവിടെ ഒരു വലിയ ആഘോഷമാണ് ആ ജനതയ്ക്ക് മുഴുവൻ. എന്താ പറയുക, 3 മാസത്തിന് ശേഷം മൈക്കിൾ ജാക്സൺ അവിടെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വരികയാണ്. അതിന് വേണ്ടിയിട്ട് O2 അരീന എന്ന് പറയുന്നൊരു വലിയ സ്റ്റേഡിയം അവർ റീക്രിയേറ്റ് ചെയ്യുന്നു, അതിമനോഹരമാക്കി വയ്ക്കുന്ന ഒരു രാജ്യം മുഴുവൻ സെലിബ്രേഷനാണ്. മൈക്കിൾ ജാക്സൺ വരാൻ പോകണം, അവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോകണം. അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല, അത് അതിന് മുമ്പ് മരിച്ചുപോയി. പക്ഷേ പ്രശ്നം എന്താ പറയുക, ഒരു രാജ്യം മുഴുവൻ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ് ജാക്സന്റെ വരവ്, ആ പെർഫോമൻസിന് വേണ്ടി. അതുണ്ടാക്കുന്ന പ്രഷർ ചെറുതല്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ പെർഫോമൻസിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഈ ആളുകൾ വലിയ രീതിയിൽ മയക്കുമരുന്നുകളിലേക്ക് പോകുന്നുണ്ട്. മൈക്കിൾ ജാക്സണൊക്കെ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകളാണെന്നുള്ളത് എന്താ തർക്കം, ആർക്കും ഒരു സംശയവുമില്ലല്ലോ. അവസാനം മരിക്കുന്നത് പോലും അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ രീതിയിൽ സൊസൈറ്റി വലിയ ഡിമാൻഡിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയാന്നറിയോ, ഒരു മ്യൂസിക് പെർഫോമൻസ് ഒക്കെ വന്ന ആളുകളെങ്ങ് ത്രസിപ്പിക്കണമെന്നാണ് പറയുക, ആളുകളെങ്ങ് ജനക്കൂട്ടത്തെ ഇളക്കി മറിക്കണം എന്നാണ് പറയാം. അത്ര ഡിമാൻഡിങ് ആണ് സൊസൈറ്റി. അപ്പോൾ ഇതിനകത്തേക്കൊക്കെ വളരെ പെട്ടെന്ന് ഈ ഡ്രഗ് കടന്നു വരും. ആ ഡ്രഗാണ് പ്രശ്നം. ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. 2023 കേരളത്തിൽ ഞെട്ടിച്ചൊരു വലിയ ഡ്രഗ് വേട്ട ഉണ്ടായിട്ടില്ലേ കൊച്ചിയിൽ. അതായത് 2500 കിലോഗ്രാം മെത്താഫിറ്റമിനാണ് നമ്മൾ പിടിച്ചെടുത്തത്, അല്ലേ? NCB പിടിച്ചെടുത്തത് എത്ര കോടിയാണ്? 15,000 കോടിയുടെ രാസവസ്തു നമ്മൾ പിടിച്ചെടുത്തത് 2 വർഷം മുമ്പ്. അതായത് 2023 മെയ് 14 എക്സാക്ട് ഡേറ്റ്. കൊച്ചി നേവിയ പിടിച്ചെടുത്തത് NCBയുടെ സഹായത്തോടുകൂടി. അത്രയും വലിയൊരു ഡക്കാട്ടിൽ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അതിൻ്റെ കൺസംഷൻ എത്രയാണ്? അപ്പോൾ ഈ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ആ സിന്തറ്റിക് ഡ്രഗ്സിനെ ടാർഗറ്റ് ചെയ്ത് നീങ്ങാൻ നമുക്ക് കഴിയുന്നുണ്ടോ, അതോ ഹെഡ്ലൈൻ ഉണ്ടാക്കുന്ന വിധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസ് 1.5 ഗ്രാം കഞ്ചാവ്, 2 ഗ്രാം കഞ്ചാവ്, 3 ഗ്രാം കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വലിയ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യുന്നതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഞാനിതിനെ ഒട്ടും ഗൗരവം കുറച്ച് കാണുന്നില്ല. പക്ഷേ ഈ പറയുന്ന ശുദ്ധീകരണ പ്രക്രിയയുടെ ത്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സിന്തറ്റിക് ഡ്രഗ്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. നമുക്കറിയാമല്ലോ മെഹുൽ ചോക്സി 13,500 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത്, എന്നിട്ട് രാജ്യം വിട്ടുപോയി, അല്ലേ? അതേപോലെ തന്നെ വിജയ് മല്യ 9,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി, എന്നിട്ട് രാജ്യം വിട്ടുപോയി. വയനാട്ടിലെ ഒരു കർഷകനെ 1 ലക്ഷം രൂപ ലോൺ എടുത്താൽ ഈ പറയുന്ന കണക്ക് ജപ്തി നടത്തും. അതാണ് നമ്മുടെ ഒരു പരിപാടി. ഇതൊരു താരതമ്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വലിയ റാക്കറ്റുകൾ, വലിയ മീനുകൾ സുഖകരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ വിഷയങ്ങളിൽ അത് തന്നെ സെലിബ്രിറ്റീസിനെ പിടിച്ചിട്ട് വലിയ ഹെഡ്ലൈൻസ് ഉണ്ടാക്കി, വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയിട്ട് അത്തരത്തിൽ ആളുകളെ ഡീമോറലൈസ് ചെയ്യുകയും ക്രിമിനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി വരുന്നുണ്ട്. അതൊരു നല്ല പ്രവണതയല്ല. യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തന്നെ ഇത്തരം ഡ്രൈവുകൾ സഞ്ചരിക്കണമെന്നാണ് എൻ്റെ നിലപാട്. ഒരു ശുദ്ധീകരണമാണോ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ലഹരി വേട്ടയുടെ പേരിൽ എന്നാണ് ചോദ്യം. സ്മൃതി, സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ശുദ്ധീകരണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ ഇപ്പോൾ ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നൊരു പരിപാടി തുടങ്ങിയിരിക്കുന്നത്. അത് വലിയ തോതിൽ തന്നെ തുടങ്ങാനുള്ള കാര്യവും നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ശക്തമായി ഇപ്പോൾ തുടങ്ങാനുള്ള കാര്യം തുടർച്ചയായിട്ടുണ്ടായിരുന്ന കൊലപാതകങ്ങൾ, വീടുകളിൽ അമ്മമാരെയും സഹോദരങ്ങളെയൊക്കെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു അന്വേഷണത്തിലേക്കൊക്കെ കടന്നത്. നമ്മളിപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി വ്യാപനം, അതിൽ നടത്തുന്ന അന്വേഷണങ്ങൾ, അതിൽ നടത്തുന്ന പിടികൂടലുകൾ, അതാണല്ലോ നമ്മുടെ ഈ ചർച്ചയ്ക്ക് ആധാരമായ വിഷയം. അതിലെത്രത്തോളം കാര്യങ്ങൾ ആത്മാർത്ഥമായി നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു കണ്ണിൽ പൊടിയിടലാണ്. അതല്ലെങ്കിൽ ഞങ്ങളിത് പ്രവർത്തിക്കുന്നു എന്ന് വെറുതെ ഒരു തോന്നലുണ്ടാക്കുന്ന വിധത്തിൽ കാട്ടിക്കൂട്ടലാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ സിനിമാ സംവിധായകരുടെ വീട് ദിവസങ്ങളോളം നോക്കി വെച്ച ശേഷം, അല്ലെങ്കിൽ അവിടെ നിന്ന് വിവരം കിട്ടിയ ശേഷം, അവരെ ശ്രദ്ധിച്ച ശേഷം അവിടെ പോയിട്ട് പിടികൂടിയതാണ് 1.632 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ്. ഇതിപ്പോൾ അവരെ നിരീക്ഷിക്കുകയായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയല്ല എന്ന വാർത്തയും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ സംവിധായകരെ അവിടെ ചെന്ന് പിടികൂടുമ്പോൾ അവർ ലഹരി കഞ്ചാവും ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സിനിമയിൽ ചെറിയ റോളുകളിൽ അഭിനയിക്കുന്നവരാണെന്നാണ് അവർ ആദ്യം നൽകിയ മൊഴി. അതിനുശേഷം ഈ പേരുകൾ ഗൂഗിളിൽ തിരഞ്ഞപ്പോഴാണ് ഇവർ ഗംഭീര സംവിധായകരാണെന്ന് പോലീസ് പോലും അറിഞ്ഞതെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. നിരീക്ഷിച്ച് കണ്ടെത്തി എന്ന രൂപത്തിലൊന്നുമില്ല. ആ വീട്ടിൽ ഇങ്ങനെ ആളുകൾ വന്നു പോകുന്നുണ്ട്. അവിടെ ഒരു കോമൺ കീ ആയിരുന്നു. അവിടെ ആളുകൾ വന്നു പോകുന്നുണ്ട്, ഇങ്ങനെ സിനിമാക്കാരാണ് എന്ന വിവരം കിട്ടിയിട്ടുണ്ടാവും. ആരാണ് എന്താണെന്നൊക്കെ പിന്നെ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. അപ്പോൾ ഈ രൂപത്തിൽ വേറെ ഞങ്ങളിത് വല്ലാതെ പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിൽ വാർത്ത പുറത്തേക്ക് വരികയാണ്. ഇനി ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അയാൾ ചികിത്സ അർഹിക്കുന്ന ഒരു രോഗിയാണ് എന്ന രൂപത്തിൽ നമ്മൾ അതിനെ കാണേണ്ടി വരും. കാരണം അയാൾ തന്നെ പറയുന്നു, ഈ ഹൈബ്രിഡ് കേസുമായി ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ള ഞാൻ ഹൈബ്രിഡ് കഞ്ചാവ് യൂസ് ചെയ്യുന്നില്ല, ഞാൻ MDMA ആണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ആ സെറ്റിൽ വെച്ചിട്ട് വിൻസി കണ്ട കാര്യവും. അപ്പോൾ അതിന് ചികിത്സ, ഇപ്പോൾ ബാംഗ്ലൂർ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ചോദ്യം ചെയ്യലിന് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ സംഘത്തിന് ഈ ചികിത്സയിലേക്ക് തന്നെ കൊണ്ടുവിടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് മൂവാറ്റുപുഴ, കാരണം ഇനിയും ചോദ്യം ചെയ്യലിന് ഇതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകും. അതുകൊണ്ട് മൂവാറ്റുപുഴയിലെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് വിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്.
അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഇനി നമ്മളിപ്പോൾ കണ്ടെത്തിയതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വേടൻ എന്ന റാപ്പറയാണല്ലോ. അപ്പോൾ ആ വേടൻ എന്ന ഗായകൻ, അയാൾ വന്ന ബാക്ക്ഗ്രൗണ്ട്, അയാൾ കടന്നു വന്ന സാഹചര്യം, അതൊക്കെ തന്നെയും വലിയ രീതിയിൽ ഇപ്പോൾ ഈ പിടികൂടി എന്ന വാർത്തയ്ക്ക് ശേഷം വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം 6 ഗ്രാം കഞ്ചാവുമായിട്ട് 9 പേരെയാണ് ഒരു ഫ്ലാറ്റിൽ നിന്ന് പിടികൂടുന്നത്. ആ ഫ്ലാറ്റ് എന്ന് പറയുന്നത് വേടൻ്റെ ഫ്ലാറ്റല്ല, അവിടെ ഈ സംഗീത റിഹേഴ്സലിന് വേണ്ടി പോകുന്ന സുഹൃത്തിൻ്റെ ഫ്ലാറ്റാണ്. അവിടെ 9 പേരിൽ നിന്നും 6 ഗ്രാം എന്ന് പറയുന്നത്, 6 ഗ്രാം എന്ന് വെച്ചാൽ ഒരു ബീഡി തീർക്കാനുള്ള അത്രയും ഇല്ല എന്നാണ് ഈ കഞ്ചാവിനെ പറ്റി അറിയുന്ന ആളുകൾ പറഞ്ഞത്. അപ്പോൾ അത്രയും കുറവാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കുക. വേടൻ്റെ കൂടെ ഉണ്ടായിരുന്ന 9 പേരുടെ പേര് ആർക്കും അറിയില്ലല്ലോ. വേടൻ എന്ന ഗായകനെ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ആ ഗായകൻ ഈ സംഗീത പരിപാടികളിലൊക്കെ മുന്നോട്ട് വെച്ചതിന് ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാണ് വലിയ തോതിൽ വേടൻ പിടികൂടിയതിനെ ആഘോഷിക്കുന്നത് എന്നൊരു വിമർശനം കൂടി വരുന്നുണ്ട്. കഞ്ചാവാണോ രാസലഹരിയാണോ എന്ന ചോദ്യം വരുമ്പോൾ ഈ വേടൻ തന്നെ നേരത്തെ നൽകിയ സന്ദേശത്തിൽ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണ് എന്ന് പറയുമ്പോൾ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് അയാൾ പറയുന്നത്. നിങ്ങളുടെ അപ്പനമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, അതിൽ നിന്നും നിങ്ങളെ അകറ്റണം എന്ന് പറയുന്നു, ഉപദേശിക്കാൻ പറയുന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ രൂപത്തിൽ നിങ്ങളോട് പറയുകയാണ് എന്നൊരു ഉപദേശ രൂപേണ അയാൾ പറയുന്നത്. അപ്പോഴും അത് കഞ്ചാവല്ല, അത് സിന്തറ്റിക് ഡ്രഗാണ്. അതാണ് ഏറ്റവും അപകടകരം. അയാളുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ അയാൾ അത് ഉപയോഗിച്ച് കടന്നു പോയിട്ടുണ്ടാകാം, ഒരു പക്ഷേ അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്തായാലും അതാണത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ വേടൻ എന്ന ആളുടെ കയ്യിൽ നിന്നും 6 ഗ്രാം എന്നുള്ളത് വലിയ രൂപത്തിൽ ചർച്ചയാവുന്നു. പിന്നെ അതിപ്പോൾ എന്താ, പുലിയുടെ പല്ല് കണ്ടെത്തിയെന്നോ, പുലിയുടെ പല്ല്, ഒരു മാലയിൽ പുലിയുടെ പല്ല് കണ്ടെത്തി. അപ്പോൾ ഇനി ജാമ്യമില്ലാ കേസാണെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഏത് തരത്തിലുള്ള വഴിതിരിച്ചുവിടലാണ് എന്ന് എനിക്കറിയില്ല. അയാൾ തായ്ലൻഡിൽ നിന്ന് മേടിച്ചാന്ന് പറഞ്ഞു, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചാന്ന് പറഞ്ഞു. എന്തായാലും പുലിയെ വേട്ടയാടിയിട്ട് ഒരു പല്ലെടുത്തിട്ട് കൊണ്ടുവന്ന് കഴുത്തിലിട്ടതല്ലോ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത്രയേ അതിനെ കാണാനുള്ളൂ. ഇപ്പോൾ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ചിട്ട് എന്തായി? അപ്പോൾ പുലിപ്പല്ല് തേടിയാണ് പോകുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അതൊരു വാർത്തയാക്കുക. ഞങ്ങളിതാ സിനിമാ മേഖലയിൽ വലിയ വേട്ട നടത്തുന്നു. ലഹരി വേട്ട എന്ന് ഇതിനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് ലഹരി വേട്ടയല്ല, ഇത് വാർത്തയാകാൻ വേണ്ടി എന്നും ഒരു പോലീസ് റിലീസ് തരുന്നുണ്ട്, ഇന്ന് ഇത്ര പിടികൂടി എന്നുള്ളത്. അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ സിനിമാ മേഖലയിലേക്ക് എത്തുമ്പോൾ ഒന്നൊരു ഇടർച്ചയുണ്ട് ചെറിയ തോതിൽ. ഇപ്പോൾ 2 ഗ്രാം കഞ്ചാവ് പിടിച്ചാലാണോ കേസ്? ഇല്ല, അത് പല കേസുണ്ട്. അല്ല ഗൗരവത്തിൽ കേസാവുന്ന 20 കിലോഗ്രാമിന് മുകളിൽ വേണം കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ മീഡിയം ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ അതിന് താഴെയല്ലേ പിടികൂടുള്ളൂ? അതിന് താഴെ പിടികൂടൂ. അതായത് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങാവുന്ന മാത്രമേ ഇപ്പം നമ്മുടെ മുന്നിൽ അത്രയേ ഉള്ളൂ. സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങാവുന്ന കേസുകളെ ഇതുവരെ പിടികൂടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആത്മാർത്ഥതയിൽ സംശയമുണ്ട്. ഇതിങ്ങനെ കുറച്ച് ദിവസം ഉണ്ടാകും, ഇതിൻ്റെ തുടർച്ചയുണ്ടാകും. ഈ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ, ഇവരൊക്കെ പിടിയിലായിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്ന ചാറ്റാണ്. ഈ ഷൈൻ ടോം ചാക്കോയായിട്ടുള്ള ചാറ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നു. അപ്പുറത്ത് ശ്രീനാഥ് ഭാസിയായിട്ടുള്ള ചാറ്റ് കിട്ടിയെന്ന് പറയുന്നു. വെയിറ്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മറുപടി പറയും. ഇതൊക്കെ വലിയ വാർത്തയായിട്ട് അവർ തന്നെ തരുന്നതാണ്. അതിലപ്പുറത്തേക്ക് ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിൻ്റെ ഉറവിടം എവിടെയാണ്? ഇതിൽ പണമിറക്കുന്നവരാരാണ്? സിനിമാ മേഖലയിൽ ഇതിൻ്റെ ഇടനിലക്കാരാരാണ്? അവരിലേക്ക് പോകുന്നുണ്ടോ? ഈ ഉപയോഗിച്ച് മയങ്ങിക്കിടക്കുന്നവരെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള വേട്ട എന്ന് വ്യാഖ്യാനിക്കുന്നത് കണ്ണിൽ പൊടിയിലാണ്, ഒരു സംശയമില്ല. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ സംശയിക്കുന്നില്ല. ലഹരി വേട്ട എന്നുള്ളത് സർക്കാർ ചെയ്യേണ്ടതാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതിനെ സർക്കാർ ആത്മാർത്ഥമായി ഇടപെട്ടു. റിപ്പോർട്ടർ TV അടക്കം ഒരു വലിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആ ക്യാമ്പയിനിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കേരളത്തിൽ കൂടുന്നതായും അതിന് ലഹരി വയലൻസിലേക്ക് അഥവാ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടും എക്സൈസ് വകുപ്പ് തന്നെ കണ്ടെത്തിയിരുന്നു. 2025 പുലരുന്നത് തന്നെ ഒരു വലിയ അക്രമത്തിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ. അത് അഫാൻ്റെ വാർത്തയുമായി വെഞ്ഞാറമൂട്ടിലെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ്. ഈ പശ്ചാത്തലത്തിൽ ഒരു വലിയ ഞെട്ടിക്കുന്ന കണക്ക് വന്നു. 2025 ആദ്യത്തെ 63 കൊലപാതകങ്ങളിൽ 30 കൊലപാതകങ്ങളും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചവരാണ് അഥവാ മറ്റു ലഹരികൾ ഉപയോഗിച്ചവരാണ് നടത്തിയത് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് ഇതൊരു PR ആയി മാറുന്നുണ്ടോ, ഒരു പബ്ലിക് റിലേഷൻസ് സ്റ്റണ്ടായി മാറുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഏതു ലഹരി വേട്ടയും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാം എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലോകം കേട്ട വലിയ ലഹരി വിരുദ്ധ പ്രചരണമായിരുന്നു, ലഹരി വേട്ടയായിരുന്നു അമേരിക്കയിൽ റിച്ചാർഡ് നിക്സന്റെ നേതൃത്വത്തിൽ 1971 നടത്തിയ വാർ ഓൺ ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു വലിയ ക്യാമ്പയിൻ.
ആ ക്യാമ്പയിൻ എവിടെ എത്തി നിന്നു? എൽറിച്ച് മാൻ എന്ന് പറയുന്ന നിക്സന്റെ തന്നെ വൈറ്റ് ഹൗസിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നിക്സന് 2 കൂട്ടരെ ഇഷ്ടമല്ലായിരുന്നു. 1968 നിക്സന്റെ പ്രചരണത്തിൽ നിക്സൺ ലക്ഷ്യമിട്ടത് 2 പേരെയാണ്. ഒന്ന്, വിയറ്റ്നാം യുദ്ധവിരുദ്ധരായിട്ടുള്ള അവിടുത്തെ മനുഷ്യരെ, ഇടതുപക്ഷത്തെ ഹിപ്പികളായിട്ടുള്ളവരെ, ആഫ്രോ ഏഷ്യൻ വംശജരെ. അപ്പോൾ ഇവരെ എങ്ങനെയാണ് ക്രിമിനലൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് യുദ്ധവിരുദ്ധരെ ക്രിമിനലൈസ് ചെയ്യാൻ കഴിയില്ല, ഹിപ്പികളെ ക്രിമിനലൈസ് ചെയ്യാൻ കഴിയില്ല, കറുത്ത വർഗ്ഗക്കാരെ ക്രിമിനലൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും നിക്സൺ 1971 ഇവരെ ക്രിമിനലൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു വലിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കൂ, ലോകം കണ്ട ഏറ്റവും വലിയ ലഹരി വിരുദ്ധ ക്യാമ്പയിന് പിന്നിൽ ഒരു വംശീയ വേട്ടയുടെ ചരിത്രമുണ്ടായിരുന്നുവെന്ന് 1971 റിച്ചാർഡ് നിക്സൺ നേതൃത്വം നൽകിയ അമേരിക്കയിലെ വാർ ഓൺ ഡ്രഗ്സ് ക്യാമ്പയിൻ പറയുന്നു. അമേരിക്ക മാത്രമായിട്ട് നിന്നില്ല കേട്ടോ. അത് കേരളത്തിലടക്കം ഹെറോയിനും കഞ്ചാവും മെരിജുവാനയും ക്രിമിനലൈസ് ചെയ്തതോടുകൂടി എന്താ സംഭവിച്ചത്? ഇതിന്റെ ഭാഗമായി 53% ആഫ്രോ ഏഷ്യൻസ് ആണ് അമേരിക്കൻ ജയിലുകളിൽ നിറഞ്ഞു കവിഞ്ഞത്. അവിടെയുള്ള ഹിപ്പികൾ, ഇടതുപക്ഷക്കാർ, ഇവരെയാണ് നിക്സൺ പിന്നീട് ലക്ഷ്യമിടുന്നത്. ഇതൊരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന വിലയിരുത്തലിലാണ് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കമാകുമ്പോഴേക്കും ഈ വാർ ഓൺ ഡ്രഗ്സ് ക്യാമ്പയിൻ പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് അതേ അമേരിക്കയിൽ 24 സംസ്ഥാനങ്ങളിൽ മേരിജുവാന ലീഗലൈസ്ഡ് ആണ് എന്നുള്ളതാണ്. 15 രാജ്യങ്ങളിലാണ്, സ്പെയിൻ അടക്കം. ആദ്യം ഉറുഗ്വേയിലാണ്. ഉറുഗ്വേയിൽ അത് ഡീക്രിമിനലൈസ് ചെയ്തു എന്ന് മാത്രമല്ല ലീഗലൈസ് ചെയ്തു. സ്പെയിനിൽ 100 ഗ്രാം കഞ്ചാവ് കൈവശം വയ്ക്കുന്നതിന് തെറ്റില്ലാത്ത അവസ്ഥ വന്നു. പക്ഷേ അത് വിദേശികൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതേപോലെ ലക്സംബർഗിൽ ഇത് ലീഗലൈസ് ചെയ്യുന്ന സംവിധാനമുണ്ടായി. കാനഡ 2018 അത് ലീഗലൈസ് ചെയ്തു. 2024 ജർമ്മനിയിൽ അത് ലീഗലൈസ് ചെയ്തു. 15ഓളം രാജ്യങ്ങളിൽ, ഏഷ്യയിൽ തായ്ലൻഡാണ് ആദ്യമായിട്ട് കഞ്ചാവ് ലീഗലൈസ് ചെയ്യുന്നത്. വിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കോഫി ഷോപ്പുകളിൽ റിക്രിയേഷണൽ ഡ്രഗ്സ് എന്ന നിലയിൽ അത് ഉപയോഗിക്കാൻ പറ്റും. എന്തിനേറെ നമ്മുടെ ഇന്ത്യയിൽ ഉത്തർപ്രദേശിലാണ് ഈ സംഭവം നടന്നതെങ്കിൽ ഇതൊരു ഹോളി ഉത്സവ കാലത്താണ് നമ്മുടെ വേടൻ്റെ ഒരു പരിപാടിക്കിടയിൽ ഈ സബ്സ്റ്റൻസ് കണ്ടെത്തിയതെങ്കിൽ അത് പാലിൽ കലക്കിയാണ് കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ അവിടെ ഇത് കേസല്ല, പ്രസാദമാണ്, ഭാങ്കാണ്. അവിടെ ഭാങ്കായിട്ട് ഉപയോഗിക്കുന്ന, മിൽക്ക് ഷേക്കിൽ ഉപയോഗിക്കുന്നതാണ് ഈ മേരിജുവാന. ഇതൊന്നും തരത്തിൽ കഞ്ചാവിൻ്റെ ഉപയോഗത്തെ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കാനല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ഇത് ഒരു വംശീയ വേട്ടയിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ, ആ ആളുകളെ മാത്രമല്ല ലക്ഷ്യമിടേണ്ടത്, ഇതിൻ്റെ സോഴ്സാണ് യഥാർത്ഥത്തിലുള്ള വിഷയം. ആ സോഴ്സിലേക്ക് നമ്മൾ പോകാതിരിക്കുമ്പോഴാണ് ഇതൊരു PR സ്റ്റണ്ടായിട്ട് മാത്രം മാറുക. നോക്കൂ, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2 ദിവസം നമ്മൾ തന്നെ വലിയ വാർത്തയായി ഇത് കൈകാര്യം ചെയ്തു. കാരണം എന്താ? വലിയ വാർത്തയാണ്. 3 സംവിധായകരെ എക്സൈസിൻ്റെ ചോദ്യമുനയിൽ നിർത്തിയിരിക്കുക. സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച യുവ സംവിധായകരാണ്. ഒന്ന് ഖാലിദ് റഹ്മാൻ, മറ്റൊന്ന് അഷറഫ് ഹംസ, മറ്റൊന്ന് സമീർ താഹിർ. ഇവർ 3 പേരെയും എക്സൈസ് രാത്രി 2 മണി അവരുടെ ഫ്ലാറ്റ് വളഞ്ഞ് റെയ്ഡ് ചെയ്യുന്ന സമയത്ത് അതൊരു വലിയ വാർത്തയായി തീരും. നമ്മളത് കൈകാര്യം ചെയ്യുന്നു. പക്ഷേ ഒരിക്കലും നമ്മൾ ഈ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന് നമ്മൾ ഹെഡ്ലൈൻസ് പഠിക്കില്ല. കാരണം അത് ആ മനുഷ്യനോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് എന്നതാണ് എൻ്റെ പക്ഷം. വേടൻ, നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ, വേടൻ ഒരു വലിയ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. അയാൾ ഏതെങ്കിലും തരത്തിലൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആണെങ്കിൽ അയാൾക്ക് അതിൻ്റെതായ ശിക്ഷ ലഭിക്കണം. പക്ഷേ നോക്കൂ, ആ 6 ഗ്രാം കഞ്ചാവ് അയാളുടേതുമല്ല, അയാൾ സന്ദർശിച്ച ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്തു. 9 പേരാണ്. മൊത്തം കൂടി നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 6 ഗ്രാം ഡിവൈഡഡ് ബൈ 9 എത്രയാണ് എന്ന് നോക്കൂ. നമ്മുടെ രാജ്യത്തെ NDPS ആക്ട് പറയുന്നത് എന്താ? 1 കിലോഗ്രാം വരെ ആണെങ്കിൽ അതിനെ സ്മോൾ ക്വാണ്ടിറ്റി ആയും പരമാവധി 6 മാസം അല്ലെങ്കിൽ 10,000 രൂപ നിങ്ങൾക്ക് പിഴയൊടുക്കി കടന്നു പോകാവുന്ന ഒരു കേസാണ്. 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ ആണെങ്കിൽ അത് മീഡിയമാണ്. 20 കിലോഗ്രാമിന് പുറത്താണെങ്കിൽ മാത്രമാണ് അത് 20 വർഷത്തോളം റിഗറസ് ഇംപ്രിസൺമെന്റിന് പോകുന്നത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. നോക്കൂ, 100 കണക്കിന് കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എവിടെ നിന്നാണ് പ്രധാനമായിട്ടും വരുന്നത്? ഒഡീഷയിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന്, തെലങ്കാനയിൽ നിന്ന്. അതേസമയം മെറ്റാഫിത്തമിനും MDMA അടക്കമുള്ള മാരകമായ സിന്തറ്റിക് ഡ്രഗ്സ് വരുന്നത് എവിടെ നിന്നാണ്? ബംഗളൂരുവിൽ നിന്ന്, ഗോവയിൽ നിന്ന്. ഈ റൂട്ടിനെ കൃത്യമായി പിന്തുടർന്ന് പിടിച്ച് ആ സോഴ്സ് എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിനു പകരം ഈ 1.5 ഗ്രാം കഞ്ചാവ് 9 പേർ 6 ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചു എന്നത് പിടികൂടി എന്ന രീതിയിലേക്ക് ആ വാർത്ത പോകുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ നിന്നത് മാറുകയും അത് കേവലം ഒരു PR ആക്ടിവിറ്റി ആയിട്ട് മാറുകയും ഇതാ ഇവിടെ എക്സൈസ് സജീവമാണ്, ഇവിടെ ഇതാ ഈ വേട്ട സജീവമാണ് എന്ന തോന്നലുണ്ടാക്കുകയും ചെയ്തു. പിടിക്കരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇപ്പോൾ പുതിയ കേസ് ചാർജ് ചെയ്യാൻ പോവുക. വീട്ടിൽ നിന്ന് വടിവാളും വാക്കത്തിയും കണ്ടെത്തിയിരിക്കുന്നത്. ഫ്ലാറ്റിൽ പിന്നെ വാക്കത്തി അല്ലാതെ വേറെന്താ വയ്ക്കുക? നമ്മുടെ വീട്ടിൽ വന്നാൽ കാണുമല്ലോ മാരകായുധങ്ങൾ. ഒന്ന് കോടാലി, വീട്ടിൽ തേങ്ങ പൊതിക്കാൻ വെച്ചിരിക്കുന്ന വാക്കത്തി. അപ്പോൾ ഇതിനകത്ത് ഈ ഖാലിദ് റഹ്മാൻ ആയാലും അഷ്റഫ് ഹംസ ആയാലും സമീർ താഹിർ ആയാലും ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസ് ഇൻവോൾവ് അല്ല എന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ കേസ് വരുന്ന സാഹചര്യം കൂടി നമ്മൾ നോക്കണം. 3 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു കനകക്കുന്നിൽ വെച്ച് വേടൻ്റെ ഒരു വലിയ പ്രോഗ്രാം നടന്നു. വലിയ റാപ്പ് പ്രോഗ്രാമാണ്. ആ റാപ്പ് പ്രോഗ്രാമിൽ വലിയ രീതിയിലുള്ള
രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ 2K കിഡ്സ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ പൊതുവെ രാഷ്ട്രീയവാദികൾ എന്നൊക്കെ പറയുന്ന തലമുറ ഈ വേടൻ്റെ പാട്ട് കേൾക്കാൻ വരികയും അതിൽ അടിച്ചമർത്തപ്പെട്ടവൻ്റെ വോയിസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. വേടൻ തന്നെ വന്ന് പറയുന്നുണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സ്വാഭാവികമായും അയാൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാവാം, അയാൾ അത് സമ്മതിച്ചിട്ടുണ്ടാവാം. അതിന് ഈ പറയുന്ന 6 മാസമോ അതല്ലെങ്കിൽ 10,000 രൂപയോ, ഇനി അയാൾ ഏതെങ്കിലും തരത്തിൽ അഡിക്റ്റ് ആണെങ്കിൽ ലഹരി വിരുദ്ധ കേന്ദ്രത്തിലോ പോകേണ്ടതുണ്ട്. പക്ഷേ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന് എഴുതിക്കാൻ തക്ക രീതിയിൽ ഒരു PR എക്സസൈസിന് വേണ്ടി ആ കാര്യം വഴിതെറ്റി പോകരുത്. അങ്ങനെ വഴിതെറ്റിപ്പോയാൽ പണ്ട് ലഹരിക്കെതിരെയുള്ള വേട്ട ചാരായ നിരോധനത്തിലും അതേപോലെ മദ്യനിരോധനത്തിലും ബിയർ പാർലറുകളിലേക്കും പോയതുപോലെ ആയിത്തീരും. യഥാർത്ഥത്തിലുള്ള പ്രശ്നം സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ വരവിനെ കൃത്യമായിട്ടും നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഇതടക്കം ലഹരി മുക്തി നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് പാരലായിട്ടുള്ള ബോധവൽക്കരണം. ഏതു ലഹരിയും അപകടകരമാണ് എന്നത് നമ്മൾ ഉറപ്പിച്ചു തന്നെ പറയണം. പക്ഷെ അതേസമയം ഇതിൻ്റെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോയാൽ ഇതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. അതിൽ കുടുങ്ങിപ്പോവുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം മാറിപ്പോകും, പ്രയോഗം മാറിപ്പോകും എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. വേടനല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. വേടന് ഇത് എത്തിച്ചു കൊടുത്തൊരു വലിയ നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് ആ സോഴ്സിൽ തന്നെയാണ് നമ്മൾ തപ്പേണ്ടത്. അതിന് കഴിയാതെ പോകുമ്പോൾ ഒരു ഗ്രാമമായിട്ട് നടക്കുന്ന ആളുകളെ പിടികൂടുന്നത് ശരിയല്ല. പണ്ടൊരു കാലത്ത് നമ്മുടെ ഈ അഡൾട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട നിയമം നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഈ നാട്ടിലുള്ള മുഴുവൻ ലോഡ്ജുകളും കേന്ദ്രീകരിച്ച് പോലീസുകാരിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഏതാണ്ട് വലിയ കുറ്റകൃത്യം ചെയ്തു എന്നതിൽ. ഇന്നിപ്പോൾ അഡൾട്ടറി ലീഗലൈസ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളിരിക്കുന്നത്. കഞ്ചാവ് ഇന്ന് ലീഗലൈസ് ചെയ്യുന്നത് നമുക്കറിയില്ല. കാരണം അയൽ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ അത് ലീഗലൈസ് ചെയ്യണം എന്ന മട്ടിലാണ്. 80% അമേരിക്കയിലെ പോപ്പുലേഷൻ മെരിജുവാന ലീഗലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഫോർ റിക്രിയേഷണൽ പർപ്പസ് ആയിരിക്കും, ഫോർ മെഡിസിനൽ പർപ്പസ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു വലിയ വിഷയമായ ഒരു PR എക്സസൈസ് എന്ന നിലയിലേക്ക് മാറരുത് എന്നതാണ് പറയാനുള്ളത്. ഇതൊരു ശുദ്ധീകരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ട ഈ സംഭവങ്ങളെ ഒരു ശുദ്ധീകരണമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരിടവേളയ്ക്ക് ശുദ്ധീകരണമോ എന്നാണ് ചോദ്യം. ആന്റോ ഗസ്റ്റൺ. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കേരളത്തിലെ ലഹരിക്കെതിരെ വേട്ടയാടൽ പാടില്ല എന്നുള്ളതാണ്. വേട്ട നല്ലതാണ്, പക്ഷേ വേട്ടയാടൽ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് നാളുകളായിട്ട് അങ്ങനെ ആകുന്നുണ്ടോ എന്നുള്ളൊരു ശൈലി ഇപ്പോൾ കണ്ടുവരുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ എന്താ ഇപ്പോൾ നടക്കുന്നത്? കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ കുറച്ച് നാളുകളായി ഇറങ്ങി പ്രവർത്തിക്കുന്നുള്ള കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് ലഹരിക്കെതിരെ ഇറങ്ങിപ്പോരായിരുന്നു. അതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലീസും എക്സൈസും വലിയ രീതിയിൽ അതിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി മാറുകയും ഒത്തിരി അധികം നമ്പറുകളും മറ്റു സംവിധാനങ്ങളും അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലെ ഒരു ഒട്ടുമിക്ക ജനങ്ങൾക്കും അറിയാം, ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടാൽ എവിടെ വിളിച്ച് പറയണം എന്നുള്ള കാര്യം അറിയാമെന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു പൊതു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ആരൊക്കെ കഞ്ചാവ് വലിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പരിധി വരെ ജനങ്ങൾക്ക് അടുത്തടുത്ത് താമസിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും? നല്ലവരും നല്ലവരെല്ലാം എന്ത് വിളിച്ച് പറയുന്നത് ഇന്ന ആൾ കഞ്ചാവ് വലിക്കുന്നുണ്ട് കേട്ടോ, ഇന്ന ആൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത്, അതൊക്കെ ഡോക്യുമെൻ്റായി മാറുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇപ്പോൾ ഇന്ന് കഞ്ചാവ് വലിക്കുന്നവർ നാളെ വലിക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ മറ്റന്നാൾ വലിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവൻ എന്ത് ചെയ്തു? അവനെ ഒരു ദിവസം നിരീക്ഷിക്കുന്നു, പിറ്റേ ദിവസം രാവിലെ കയറുമ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് സാധാരണ വലിച്ചുകൊണ്ടിരിക്കുന്ന 2 ഗ്രാമോ 3 ഗ്രാമോ അവൻ്റെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഈ 1 ഗ്രാമും 2 ഗ്രാമും 5 ഗ്രാമും കൊടുക്കുന്നവൻ്റെ കയ്യിൽ ഇത് കൊടുക്കുന്നവൻ്റെ കയ്യിൽ 10 കിലോയും 5 കിലോയും 20 കിലോയും ഉണ്ടാവുമല്ലോ. അവിടേക്ക് ഈ അന്വേഷണം എത്തുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഉപയോഗിക്കുന്നവൻ പറഞ്ഞു കൊടുക്കണം. ഈ പറഞ്ഞ ആരെങ്കിലും ഉപയോഗിക്കുന്ന ആളെ പറഞ്ഞ് ഞാൻ ഇന്ന ആളോടാണ് വാങ്ങിയത്, ഇന്ന ആളുടെ കയ്യിൽ ഇത്ര കഞ്ചാവ് ഉണ്ട് എന്നുള്ളത്. കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് അങ്ങനെ കിട്ടിയ എത്ര കേസുകളുണ്ട്? ഒരു ഉപയോഗിച്ച ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ 10,000 കേസെടുത്തല്ലോ കേരളത്തിൽ. ഈ 10,000 കേസെടുത്തപ്പോൾ അവർ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ഉപയോഗിച്ച് വിൽക്കുന്ന ഒരാളെ കണ്ടെത്തി എന്നുള്ള കാര്യം എത്ര എണ്ണം വന്നിട്ടുണ്ട്? ഒരു ആലപ്പുഴ കേസ് മാത്രമാണ് നമുക്കറിയാവുന്നത് അല്ലേ? അതും എന്ന് പറയുന്നത് ഈ സിന്തറ്റിക് ഡ്രഗ്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലാതെ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് കൃത്രിമ കഞ്ചാവാണ്. അല്ല, ഞാൻ പറയുന്നത് സാധാരണ ലെവലിൽ അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എൻ്റെ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ വിൽക്കുന്നവനെ പോലെ തന്നെ ഇത് വാങ്ങി ഉപയോഗിക്കുന്നവനും കുറ്റക്കാരനാണ് എന്നുള്ളതാണ്. കാരണം അവൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല, ഇവനത് ഉപയോഗിക്കാൻ പാടില്ല. അവൻ ഒരു ഗ്രാം മേടിച്ച് വലിക്കുന്നവനോ 2 ഗ്രാം മേടിച്ച് വലിക്കുന്നവനോ അല്ലെങ്കിൽ ഒരു MDMA ഉപയോഗിക്കുന്നവനോ ഒക്കെ തന്നെയാണ് വീട്ടിൽ കത്തിയും വെട്ടും കുത്തും കൊലപാതകമൊക്കെ നടത്തുന്നതും എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു വലിയ രീതിയിൽ കച്ചവടം നടത്തുന്നവർക്ക് വീട്ടിൽ പോയിട്ട് എനിക്ക് തോന്നുന്നില്ല കൊലപാതകം നടത്തിയ കേസ് നമുക്കറിയാം. ഇത് വാങ്ങി ഉപയോഗിച്ചവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്താണ് നമ്മുടെ ഇതിൻ്റെ ഒരു നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ റൂട്ട് മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് സിനിമാക്കാരെ ഇപ്പോൾ ഉദാഹരണം പറയാം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യാൻ, ഒരാളെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് അതാണ് പ്രധാനപ്പെട്ട വാർത്ത. അതിനേക്കാൾ വലിയ അതിൽ വാർത്ത വന്നാൽ മാത്രമേ അത് മാറുകയുള്ളൂ. അതങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം അതോടുകൂടിയിട്ട് എന്ത് സംഭവിക്കുന്നു? ഇപ്പം തന്നെ എക്സൈസ് കമ്മീഷൻ
കമ്മീഷൻ പറയും നിങ്ങൾക്ക് ഈ പറയുന്ന 4 പേരെ നോട്ടീസ് കൊടുത്തത് അത്രേ അറിയുള്ളല്ലോ എന്നുള്ളതാണ്. പക്ഷേ 4 പേരെ നോട്ടീസ് കൊടുത്തത് മാത്രമേ നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ. കാരണം അവരാണ് അറിയപ്പെടുന്ന ആൾക്കാർ. സാധാരണ ആൾക്കാർക്ക് നോട്ടീസ് കൊടുത്തതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എത്ര പേർക്ക് നമ്മളിപ്പം വാർത്ത കൊടുക്കുന്നത് മുഴുവൻ ഫോട്ടോ വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മളെ കൊണ്ട്. 1 ഗ്രാം പിടിച്ചവനെ 2 ഗ്രാം പിടിച്ചവനെ വാർത്ത കൊടുക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ വാർത്തയാകും. അത് സ്വാഭാവികമാണ്. ഈ രാസലഹരി മാത്രമാണ് നമുക്ക് വാർത്ത. ഞാൻ പറയുന്നത് കഞ്ചാവ് വാർത്തയല്ല എന്നുള്ളതല്ല സാർ. ഞാൻ പറയുന്നത് കഞ്ചാവിൻ്റെ വലിപ്പം എത്രയാണ്? 1 ഗ്രാമും 2 ഗ്രാമും ആണെങ്കിൽ പിന്നെ ഈ 1 ഗ്രാമും 2 ഗ്രാമും കൊണ്ടു കൊടുക്കുന്ന വലിയ ആരാണ് കച്ചവടക്കാരെവിടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 1 ഗ്രാം കൊടുക്കുന്നവന് 2 ഗ്രാം കൊടുക്കുന്നവന് 100 പേർക്ക് കൊടുത്താൽ 1 കിലോ ആകുമല്ലോ. അതിൻ്റെ ആ ബേസ് എവിടെ പോയി? അപ്പം ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് കാണേണ്ട കാര്യം വാർത്തയാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. കേരളത്തിൽ ഒരു സംവിധാനം നടക്കുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ശൈലിയിലേക്കാണോ ഇത് പോകുന്നത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങൾക്കനുസരിച്ചിട്ടാണോ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നോക്കണം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാവും. ഇനിയും അടുത്തയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കും ഒക്കെ. ഇത് ഞാൻ പറയാം, ഒരു ടോൾ ഫ്രീ നമ്പർ റിപ്പോർട്ട് ടിവിൻ്റെ അടിയിൽ എഴുതി കൊടുക്കുകയാണ്. കഞ്ചാവ് വലിക്കുന്നവരെ നമ്പർ തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10,000 നമ്പർ കിട്ടും, 10,000 ആൾക്കാരെ പേര് കിട്ടും. ഇതിന് മുഴുവൻ കേസെടുത്തിട്ട് അന്വേഷണം നടത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണം നടത്തുന്നതിലോട് കൂടിയിട്ട് FIR എന്ന് പറയും. ഇത് നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനെതിരെ എങ്ങനെ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, ഇതിനെ സമൂഹത്തിനെ എങ്ങനെ ഉണർത്താൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ക്യാമ്പയിൻ നിങ്ങൾ അടുത്ത ദിവസങ്ങൾ കണ്ടോ? 2 മാസമായിട്ട് കേരളത്തിലെ ഒരു വലിയ ക്യാമ്പയിൻ ഈ പറഞ്ഞ കഞ്ചാവിനെതിരെ, ഡ്രഗ്സിനെതിരെ, ഇതിനെതിരെ ഒരു നാട്ടിലൊരു സർക്കാരിൻ്റെ ഭാഗത്തായി കൂട്ടായ്മകൾ എവിടെയെങ്കിലും കണ്ടോ? ഒരു സ്ഥലത്ത് കണ്ടോ? നമ്മളിപ്പോൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ടല്ലോ. ഒരു സ്ഥലത്ത് പോലും ഞാൻ കണ്ടില്ല ഈ സർക്കാർ മുൻകൈ എടുത്തിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കണം, ഇതിനെ എങ്ങനെ ഇതിൽ നിന്ന് മാറ്റാം. ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ഇന്നും പറയുന്നത് എന്താ അറിയോ? ഒരു പ്രൈവറ്റ് ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. ആരാ പറയുന്നത്? എക്സൈസ് പറയുകയാണ് ഒരു പ്രൈവറ്റ് ഡി അഡിക്ഷൻ സെൻറ്റർ. അങ്ങനെയാണോ വേണ്ടത്? കേരളത്തിലെ 30% 20% വരുന്ന യുവാക്കൾ കഞ്ചാവ് ഡ്രഗ്സ് യൂസ് ചെയ്യുമെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അങ്ങനെയല്ലല്ലോ. കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളിലും ഓരോ ജില്ലകളിലും ഉദ്യോഗസ്ഥന്മാർ വേണം. അതിന് ക്രോഡീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാർ വേണം. എത്ര കളക്ട്രേറ്റിൽ നമുക്ക് കളക്ടർമാരുണ്ട്, ADM ഉണ്ട്, SP ഉണ്ട്, DYSP ഉണ്ട്, SI ഉണ്ട്, CA ഉണ്ട്. എത്ര പേരെ ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി DMO തുടങ്ങി താഴേക്ക് മുഴുവൻ ആൾക്കാരുണ്ടല്ലോ. ഒരു സ്ഥലത്ത് ഒരു ഉദ്യോഗസ്ഥനെ നിങ്ങൾ ഒരു ജില്ലയിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അവരുടെ കീഴിൽ ഒരു 25 ഉദ്യോഗസ്ഥന്മാർ അതിനൊരു ഒരു യോഗം ചേർന്നിട്ട് ഇതിനെതിരെ ഈ ഏരിയയിൽ ഇങ്ങനെയാണ്, ഈ ജില്ലയിൽ ഇങ്ങനെയാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്ത് പറഞ്ഞൊരു വിമുക്തിയുണ്ട്. പറയുന്നതിന് മുന്നേ വിമുക്തി എടുത്ത് മുന്നിലിടും. എന്നിട്ട് ഇതുകൊണ്ട് വിമുക്തി ഉണ്ടല്ലേ, ഞങ്ങൾ വലിയ കാര്യങ്ങൾ എവിടെ ചെയ്യുന്നു? ഒരു കാര്യം ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാം. അതുകൊണ്ട് കാര്യം നന്നാവില്ല എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ലെന്നേ, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തും പ്രശ്നമാണ്. നിങ്ങൾ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ച് കർണാടകയിൽ ബാംഗ്ലൂർ പോയി ചോദിച്ചു നോക്കിക്കേ. ഇവിടെയുള്ളതിൻ്റെ 500 ഇരട്ടിയാണ് അവിടെ ബാധിച്ചിരിക്കുന്നത്. 500 ഇരട്ടി. അതിൻ്റെ 100-1 അവിടെ, 500-1 അവിടെ. അത്ര ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇപ്പോഴും ഇതിന് ഇറങ്ങി തിരിച്ചത് നല്ല കാര്യമാണ്. ഞാൻ പറയുന്നത് ഈ കേസ് എടുക്കണ്ട എന്നുള്ളതൊന്നല്ല. കേസ് എടുക്കേണ്ട ഉപയോഗിക്കുന്നവൻ ഇതിൻ്റെ ഭാഗം അവനത് മനസ്സിലാക്കണം. ഇത് ഞാൻ വെച്ചാൽ എൻ്റെ പേര് പോകും. ഈ അരുൺ സാറ് രാവിലെ മോർണിംഗ് ഷോയിൽ ഒരു കാര്യം പറഞ്ഞു, മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. എന്താണ് ഈ മുളച്ച് വളർന്ന് മരമാകുന്നത് വരെ അറിയില്ല, പക്ഷെ മരം വീഴുമ്പോൾ വലിയ ഒച്ച കേൾക്കും. കാരണം ഈ വേടൻ്റെ കാര്യത്തിലൊക്കെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇദ്ദേഹം വളർന്നു വലുതായത് ആരും അറിഞ്ഞില്ല, പെട്ടെന്ന് വളർന്നു വലിയ മരമായി. വീണ് കഴിഞ്ഞപ്പോൾ വലിയ ഒച്ചയോടുകൂടി വീണു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇവർ പഠിച്ചിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ നിങ്ങൾ 3 പേര് പറഞ്ഞ സംവിധായകരാണെങ്കിലും ഞാൻ പറഞ്ഞ ഒരു സംവിധായകനായാലും ഒരു നടനായാലും അവരോടൊക്കെ എല്ലാം ഈ സമൂഹത്തിനോട് ഉത്തരവാദിത്തമുണ്ട് ഇല്ലേ? അത് പിന്നെ കഞ്ചാവ് വലിച്ച് സിനിമ ഡയറക്ഷനായിട്ട് പോയി ഇരുന്നിട്ട് കാരവനിൽ കഞ്ചാവിൻ്റെ കഥയെന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്തൊരു കാര്യമുണ്ടോ? ഫെഫ്കയും മറ്റവരൊക്കെ അടങ്ങിയിരുന്നൊരു കാര്യമില്ലല്ലോ. ഒരാൾ അടങ്ങിയിരുന്ന കാര്യമില്ല. അപ്പം ഇവർ തന്നെയാണ് ഇന്ന് മാതൃക കാട്ടിക്കൊടുക്കേണ്ടത്. ഒരു ഡയറക്ടറല്ലേ ആ സിനിമേൻ്റെ എല്ലാം. ആ ഡയറക്ടർ മാതൃക കാട്ടിക്കൊടുക്കാതെ കഞ്ചാവ് വലിക്കുന്ന സംവിധായകൻ പോയിട്ട് MDMA വലിക്കുന്നതിനോട് നീ കഴിക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്നാൽ നീ ഇത് കഴിച്ചോ അത് കഴിക്കേണ്ടതെന്ന് പറയാൻ പറ്റുക? അങ്ങനെയൊന്നും പറ്റില്ല. ഇവർ ചെയ്തത് ശരിയെന്നൊന്നല്ല, അവർ അത് ചെയ്യാനും ഉപയോഗിക്കാനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്താണ്, ഇവർക്ക് ഈ സമൂഹത്തിനോട്, ഈ വേടൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ നടന്മാരുടെ കാര്യത്തിൻ്റെ അകത്താണെങ്കിലും ഈ പറഞ്ഞ സംവിധായകർ, ഇവർക്ക് ഈ സമൂഹത്തിനോട് ഉത്തരവാദിത്തമുണ്ട്. ആ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം നടത്തിക്കൊണ്ട് പോകേണ്ട ഇവർ തന്നെയാണ്. പക്ഷേ എന്താണ്, ഇത് ഇനി ഇപ്പം ഞാൻ പറയാം, 1.5 ഗ്രാം കഞ്ചാവ് കിട്ടിയിട്ടുണ്ടാവും, അവനെ ഒരു 5 പ്രാവശ്യം വിളിച്ചു വരുത്തും. എന്നിട്ട് അവരെ വേട്ടയാടി ലോകത്ത് അവന് പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കും. അതോടുകൂടി അവൻ്റെ ലൈഫും ജീവിതം കൊണ്ട് പിന്നെ എന്താണ്, ഇപ്പോൾ കഞ്ചാവാണ് ഉപയോഗിക്കുന്നത്, വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുന്ന അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാരാക്കി തീർക്കും. ആ അവസ്ഥയിലേക്ക് ആക്കി തീർക്കാതെ അവരെ എങ്ങനെ നേർവഴിക്ക് നടത്തിക്കൊണ്ട് പോകാം എന്നുള്ളത് കൂടെ ആലോചിച്ചില്ലെങ്കിൽ അത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ.
സുജയിലേക്ക് എത്തിയാൽ ഇതൊരു ശുദ്ധീകരണമാണോ സർക്കാർ ലക്ഷ്യമിട്ടതും ഇപ്പോൾ നടപ്പിലാക്കുന്നത്? സർക്കാർ ലക്ഷ്യമിട്ടത് ശുദ്ധീകരണമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ലക്ഷ്യത്തിനൊപ്പം നിന്നുകൊണ്ട് ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നൊരു പരിപാടി സംഘടിപ്പിച്ച ചാനലാണ് റിപ്പോർട്ടർ. നമ്മൾ മാർച്ച് 8-ാം തീയതിയാണ് മഞ്ചേരിയിൽ ലഹരിക്കെതിരായ ഒരു റാലിക്ക് തുടക്കമിട്ടത്. സമൂഹത്തിൽ നിന്ന്, സർക്കാരിൽ നിന്ന് ഒക്കെ വലിയ രീതിയിൽ അതിന് പ്രശംസ കിട്ടുകയും നമ്മുടെ ആ യാത്ര നിയമസഭയിലടക്കം MLA പരാമർശിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ശുദ്ധീകരണം അത് ചെറുതോ വലുതോ എന്നതിൽ തട്ടി നമ്മളതിനെ പൂർണ്ണമായിട്ടും അങ്ങ് വിമർശിച്ച് ഇല്ലാതാക്കുന്നത് ഇപ്പോൾ ഈ തെരച്ചിലുകൾ നടത്തുന്ന എക്സൈസ് സംഘത്തിൻ്റെ മനോവീര്യം കെടുത്തുന്ന ഒരു നടപടിയായിരിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം സർക്കാരിൻ്റെ പരിപാടികളിലടക്കം, നിങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സർക്കാരിൻ്റെ പരിപാടികളിലടക്കം നിറഞ്ഞു നിന്ന ഒരു വ്യക്തി, അതും സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ പാടുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടയിൽ പിടിയിലായിരിക്കുന്നത്. കഞ്ചാവുമായി തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പിടികൂടുമ്പോൾ അത് ഒരു ബിഗ് ഹെഡ്ലൈൻ ആകുമെന്നുള്ളത് ഉറപ്പാണ്. അതിലൂടെ സർക്കാർ അല്ലെങ്കിൽ ഈ ഇവരെ പിടിച്ച സംവിധാനം മുഴുവൻ മോശമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അളവ് കൂടിയതോ കുറഞ്ഞതോ എന്നുള്ളതല്ല, ഉപയോഗിച്ചോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന കഞ്ചാവായാലും MDMA ആയാലും മെത്താഫെറ്റമിൻ ആയാലും ഏത് ലഹരി വസ്തുവായാലും അത് ലഹരിയുടെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. അല്ലാതെ കഞ്ചാവ് ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല എന്നുള്ളത് ഞാൻ വളരെ ക്ലിയറായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സഹകരണ എക്സ്പോയിലെ സംഗീത പരിപാടിക്ക് നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന ആൾക്കൂട്ടം എന്ന് പറയുന്നത് അവർ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ക്രൗഡായിട്ടാണ് ബിഹേവ് ചെയ്തത്. കാരണം ഓട് തകർക്കുന്നുണ്ട് ഈ കുട്ടികൾ. അപ്പോൾ ആ വന്നുകൂടിയ കുട്ടികളിൽ ഈ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം വന്നത് മൊത്തം നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ആൽഫ കിഡ്സ് അല്ലെങ്കിൽ 2K കിഡ്സ് എന്ന് നമുക്ക് പറയാവുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട <25 കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ് കൂടുതലായി വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മോബിനെ കൂടുതലായി ആകർഷിക്കുന്ന ഒരാൾ ലഹരി ഉപയോഗിക്കുമ്പോൾ അയാളെ പിടിക്കുന്നതിനെ നമുക്ക് ഒരു വംശീയതയുടെ പേരിലൊന്നും കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് അയാളുടെ പക്കൽ അല്ലെങ്കിൽ അയാൾ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ ഞായറാഴ്ചയാണ് ആ പരിപാടി കഴിഞ്ഞിട്ട് വേടനും സുഹൃത്തുക്കളും വന്നത്. അതിനുശേഷം ഇന്ന് നടത്തിയ റെയ്ഡിൽ ആ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ കസ്റ്റഡിയിലെടുത്തത്. അപ്പോൾ ആ കസ്റ്റഡിയിലെടുത്ത എക്സൈസുകാർ മോശക്കാരാണ് അല്ലെങ്കിൽ ഹിൽ പാലസ് പോലീസ് മോശക്കാരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇപ്പോൾ സർക്കാർ ബുധനാഴ്ച ഇടുക്കിയിൽ ഒരു റാപ്പ് ഷോ പരിപാടി വേടന് നൽകിയിരുന്നു. അതടക്കം ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തം വേണമെന്നുള്ളതാണ്. കാരണം സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട്. അത് കലാകാരനായാലും മാധ്യമങ്ങൾക്കായാലും എല്ലാവർക്കും വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആകേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവർ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും ഓഡിറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് 1 ഗ്രാമാണോ 1.5 ഗ്രാമാണോ എന്നുള്ളതിനേക്കാൾ ഇനി ഈ സംവിധായകരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സംവിധായകരായിട്ടുള്ള ആളുകൾ അവരുടെ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ സമീർ താഹിറിന്റെ കൈകാര്യം ചെയ്തിരുന്ന മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്നാണല്ലോ ഈ ലഹരി വസ്തു പിടികൂടുന്നത്. അത് 1.6 ഗ്രാമേ ഉള്ളൂ. 4-5 വർഷമായി തങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ഈ സംവിധായകർ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ മൊഴി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 4 വർഷമായി നമ്മളതിനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം ഉപയോഗിക്കുന്നതിനായി 1.6 ഗ്രാമാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നതെങ്കിൽ 4 വർഷം കൊണ്ടത് 2336 ഗ്രാമായി മാറും. അല്ലാതെ 1 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടൊന്നുമല്ല ഉപയോഗിക്കുന്ന ആളുകളൊന്നും നടക്കുന്നത്. അവർക്ക് ഉപയോഗിക്കാനുള്ള സാധനവുമായിട്ടാണ് അവർ നടത്തുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സ്റ്റഫ് മാത്രമാണ് അവരുടെ കയ്യിലേക്ക് എത്തുന്നത്. അല്ലാതെ ഇത് മുഴുവൻ കൊണ്ട് കൂട്ടിയിട്ട് കത്തിക്കുകയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ 1 ഗ്രാമാണ് 1.5 ഗ്രാമാണ് 2 ഗ്രാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന കേസ് മാത്രമേ പിടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ന്യായീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ മക്കളെ ഡ്രഗ്സ് ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണെന്ന് പറയുമ്പോൾ അതിൽ വേടൻ പറയുന്നതിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് ഒരു ആത്മാർത്ഥത വേണം. ഇനിയെങ്കിലും വേടന് ആ ആത്മാർത്ഥത ഉണ്ടാകണം എന്നതാണ്. ഇപ്പോൾ പുറത്തിറങ്ങിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നൊക്കെയാണ് വേടൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞത്. സിന്തറ്റിക് ഡ്രഗ്സ്. അപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് ആയാലും കഞ്ചാവായാലും ലഹരി ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് എന്നുണ്ടെങ്കിൽ ലഹരിക്കെതിരായ പോരാട്ടമാണ് നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ, സർക്കാർ എന്ന നിലയിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലഹരി നൽകുന്ന എന്തും അത് അപകടമാണ് സമൂഹത്തിന് എന്ന ഒരു പൊതു മാനദണ്ഡത്തിലേക്ക് നമ്മൾ എത്തണം. വേടനെതിരെ നേരത്തെ മറ്റേ സംവിധായകൻ മുഹസിൻ പരാരിയുടെ ഫ്രം എ നേറ്റീവ് ഡോട്ടർ എന്ന സംഗീത ആൽബത്തിന്റെ ഇടയിൽ വന്ന ഒരു മീറ്റു ആരോപണമുണ്ട്. അന്ന് വേടൻ അതിൽ ഖേദം അറിയിച്ചതാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഇങ്ങനെ ഒരു എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാകില്ല എന്ന് പറഞ്ഞ ആളാണ് വേടൻ. അപ്പോൾ ഇതുപോലെ ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു കൃത്യം അത് ഞാൻ ചെയ്തു വന്നിട്ടുണ്ട്, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് ഇതേ വേടൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ വേടനാണ് ഇക്കാര്യത്തിൽ ഇനി പറയേണ്ടത്. ഞാൻ എന്നെ കേട്ടിരിക്കുന്ന യുവതലമുറയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അനിയന്മാർ, വേടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അനിയന്മാരും അനിയത്തിമാരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേടൻ കൊടുക്കേണ്ട സന്ദേശം ഇതല്ല. വേടൻ്റെ പാട്ട് നല്ലതാണ്, വേടൻ്റെ പെർഫോമൻസ് നല്ലതാണ്, ഒരാൾ മികച്ച കലാകാരനാണ് എന്നതുകൊണ്ട് മാത്രം അയാൾ ചെയ്യുന്ന കുറ്റം കുറ്റമല്ലാതായി മാറുന്നില്ല എന്നുള്ളതാണ്. 9 ലക്ഷം രൂപയും ലിക്വിഡ് ക്യാഷായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഘത്തിന് മുഴുവൻ വിതരണം ചെയ്യാനായി എടുത്തു വെച്ചതാണ് എന്നതാണ് വേടൻ കൊടുത്തിരിക്കുന്ന മൊഴി. ഇനി ഖാലിദ് റഹ്മാനിലേക്കും അഷ്റഫ് ഹംസയിലേക്കും വന്നാൽ, ഉണ്ണി സാർ പറഞ്ഞു ആലപ്പുഴ ജിംഖാന ഞാനും കണ്ട സിനിമയാണ്, തിയേറ്ററിൽ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ്. അപ്പോൾ കലാരൂപം നല്ലതാണ് എന്നതുകൊണ്ട് ആ കലാകാരൻ അല്ലെങ്കിൽ ആ കലാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടയാൾ ചെയ്ത തെറ്റല്ലാതെ ആകുന്നില്ല. ഒരു ചായക്കടക്കാരൻ ലഹരി ഉപയോഗിച്ചതിന് പഞ്ചാബ് അടിക്കുന്നതിന് പിടിക്കുന്നത് പോലെ തന്നെയാണ് ഏതൊരു പൗരൻ്റെയും ലഹരി ഉപയോഗത്തിന് പിടിച്ചാൽ അയാൾക്കെതിരെ ചുമത്തുന്ന വകുപ്പുകളും
തെളിവുകളും കേസുകളും എല്ലാം തന്നെ. അപ്പോൾ ഇവരെ പ്രഹസനത്തിന് വേണ്ടി എക്സൈസ് പിടിച്ചതാണ് എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്കാണ് നമ്മൾ എത്തുന്നതെന്നുണ്ടെങ്കിൽ അത് എക്സൈസിനെ ആ രീതിയിൽ വിമർശിക്കേണ്ടതുണ്ടോ? കാരണം ഇനി അവർ ഒന്നിനെയും പിടിക്കാൻ പോകുന്നില്ല. മാത്രമല്ല സർക്കാർ കൊണ്ടുവന്ന ഈ ക്യാമ്പയിനിൽ എക്സൈസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള 1.5 ഗ്രാമിന്റെയും 2 ഗ്രാമിന്റെയും കേസുകൾ മാത്രമാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ വിമർശിക്കുന്നതിൽ കാര്യമുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ക്ലീൻ സ്ട്രീറ്റിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്ന് തന്നെ നടന്ന കഞ്ചാവ് പിടിച്ച അല്ലെങ്കിൽ ലഹരി മരുന്ന് പിടിച്ച ഒരു സംഭവം കൂടിയുണ്ട്. കോഴിക്കോട് പെരിങ്ങളത്തും കുറ്റിക്കാട്ടൂരിലും എക്സൈസ് നടത്തിയ പരിശോധനയിൽ 1.86 കിലോ കഞ്ചാവും 3.5 കിലോ ഹാഷിഷ് ഓയിലുമാണ് പിടിച്ചത്. പശ്ചിമബംഗാൾ സ്വദേശി രേണുക കർമാക്കർ, ഹബീബുള്ള ഷെയ്ഖ് എന്നിവരാണ് പിടിയിലായത്. ഇത് ഒരേ ദിവസം നടന്ന സംഭവമാണ്. സിനിമാ രംഗത്തുള്ളവരെ പിടികൂടിയപ്പോൾ ബിഗ് ഹെഡ്ലൈൻസ് ആകുന്നു എന്നുള്ളതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. ഇവിടെ പിടിച്ചിരിക്കുന്നത് 1.86 കിലോ കഞ്ചാവും 3.5 കിലോ ഹാഷിഷ് ഓയിലുമാണ്. അതും പിടിച്ചിരിക്കുന്നത് ഇതേ എക്സൈസ് ആണ്. അപ്പോൾ അവർ പേരിന് വേണ്ടിയിട്ടുള്ള 1.5 ഗ്രാമിന്റെയും 6 ഗ്രാമിന്റെയും വേട്ട മാത്രമല്ല നടത്തുന്നത് എന്നൊന്ന് വ്യക്തമാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇനി തസ്ലീമ സുൽത്താനയുടെ കേസിലേക്ക് വന്നാൽ 2 കോടി രൂപ വിലയുള്ള 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് തസ്ലീമ സുൽത്താനയും കെ ഫിറോസും ഏപ്രിൽ 1 മാരാരിക്കുളത്തെ റിസോർട്ടിൽ നിന്ന് പിടിയിലാകുന്നത്. അവിടെയും ക്വാണ്ടിറ്റി വലുതാണ്. അവിടെ ഇവർ ആർക്കൊക്കെയാണ് വിതരണക്കാരായി കൈമാറിയിട്ടുള്ളത് അതിലേക്ക് അന്വേഷണം കൃത്യമായി എത്തണം. അതിന് ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യേണ്ടി വരും. ചാറ്റിൽ വിവരമുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യേണ്ടി വരും. മോഡൽ ആയ പെൺകുട്ടിയെ വിളിച്ചു വരുത്തേണ്ടി വരും. സൗമ്യയെ വിളിച്ചു വരുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ലിങ്കുകളിലേക്ക് ചെല്ലുന്നത്. അല്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ പൊടുന്നനെ അങ്ങ് തുറന്നു പറയാനൊന്നും പോകുന്നില്ലല്ലോ. എനിക്ക് തരുന്ന ആൾ ഇതാണ്, ആ ആൾക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. അങ്ങനെ കൃത്യമായി കണ്ണി പിടിച്ച് എക്സൈസിനോ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്കോ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമ്മൾ സൂത്രവാക്യ സിനിമയുടെ സെറ്റിൽ വെച്ച് ഈ വെളുത്ത പൊടി തുപ്പുന്നുവെന്ന് വിൻസി വെളിപ്പെടുത്തിയല്ലോ. ഇപ്പോൾ ഷൈൻ തന്നെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹൈബ്രിഡ് കഞ്ചാവൊന്നും ഉപയോഗിക്കില്ല, ഞാൻ ഉപയോഗിക്കുന്നത് മെത്താഫെറ്റമിനാണ്. അപ്പോൾ മെത്താഫെറ്റമിൻ എന്ന രാസലഹരിയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ഷൈൻ ചാക്കോ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സൂത്രവാക്യ സിനിമയുടെ സെറ്റിലെ കാര്യത്തിൽ കൈകൊടുത്ത് പിരിയുന്നു. അങ്ങനെ കൈകൊടുത്ത് പിരിയലുകളല്ല വേണ്ടത്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി ഇപ്പോൾ 6 മാസം തടവോ അല്ലെങ്കിൽ 10,000 രൂപ എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ് അവർ കൃത്യമായ നിയമ സംവിധാനത്തിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. കുറഞ്ഞോ കൂടിയോ എന്ന് കരുതി സമൂഹത്തിന് ദോഷമായ ഒന്നിനെ ന്യായീകരിക്കാൻ ഞാനില്ല. ശുദ്ധീകരണമാണ് സർക്കാർ നടത്തുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അത് തുടരണം. ഇങ്ങനെ 1-2 സംഭവങ്ങളിൽ തട്ടി നിൽക്കാതെ കൃത്യമായി അതിൻ്റെ വിതരണക്കാരിലേക്ക്, അതോടൊപ്പം തന്നെ ഈ ലഹരി ഇങ്ങോട്ടേക്ക് ഗ്രൂപ്പായി എത്തിക്കുന്ന ഗ്യാങ്സ്റ്റേഴ്സിലേക്ക്, ലഹരി മാഫിയയിലേക്ക് തന്നെ സർക്കാർ ഇതെത്തുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ശുദ്ധീകരണമോ എന്നാണ്. 4 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്, ഒരാളുടെ അഭിപ്രായം നോ എന്നാണ്. Meet the editors.